നമസ്കാരം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രകടന പത്രിക പുറത്തിറക്കി LDF. കേരളത്തെ കേവല ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്നുമാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. കേരളത്തെ സമ്പൂർണ്ണ പോഷകാഹാര സംസ്ഥാനമാക്കി മാറ്റുമെന്നും വാഗ്ദാനം. കൂടാതെ അടുത്ത 5 വർഷം കൊണ്ട് 20 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ നൽകുമെന്നും സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം 50% പ്രകടന പത്രികയിൽ പറയുന്നു. ലഹരി വിരുദ്ധ പ്രചാരണം പ്രകടന പത്രികയിലുണ്ട്. തെരുവ് നായ ശല്യം ഇല്ലാതാക്കുമെന്നും വാഗ്ദാനമുണ്ട്. തെരുവ് നായ്ക്കളെ കൂട്ടമായി പാർപ്പിക്കാൻ സങ്കേതങ്ങൾ ഉണ്ടാക്കും. ഓരോ തദ്ദേശ സ്ഥാപനത്തിലും സങ്കേതങ്ങൾ സൃഷ്ടിക്കും. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ ആയിരിക്കും നടപടിയെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. ഭരണത്തിൽ കൂടുതൽ ജനപങ്കാളിത്തവും പ്രാദേശിക സാമ്പത്തിക വികസനവും ജനക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് LDF പ്രതിജ്ഞാബദ്ധമാണെന്നും ഇതിനായിട്ടുള്ള കർമ്മ പരിപാടിയാണ് 2025 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള മാനിഫെസ്റ്റോയെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. AKG സെന്ററിൽ നടന്ന ചടങ്ങിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, LDF കൺവീനർ TP രാമകൃഷ്ണൻ, CPI നേതാവ് സത്യൻ മൊഗേരി, ഉഴമലിക്കൽ വേണുഗോപാൽ, MLA ആന്റണി രാജു, അഹമ്മദ് ദേവർകോവിൽ, മാത്യു T തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം 2 ഘട്ടമായിട്ടാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ ഡിസംബർ 9-നും തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഡിസംബർ 11-നുമാണ് തെരഞ്ഞെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. അതേസമയം കഴിഞ്ഞ ദിവസം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ AI പ്രചാരണങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം അറിയിച്ചിരുന്നു. AI പ്രചാരണങ്ങൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു.